ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ഒരു 10 മിനിറ്റൊക്കെ മതി ഇട്ടത് ഉണ്ടാക്കാൻ. കാണുമ്പോൾ ഇത് ഉന്നക്കായുടെ ഷേപ്പാണെങ്കിലും അങ്ങനെ അല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ചൊരു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പൊട്ടറ്റോ ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കട്ടോ. എന്നിട്ട് വെള്ളം വാർത്തെടുക്കണേ. ഇനി പാനിലേക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സവാളാണ് എടുത്തത്. ഒരു വലിയ സവാള ആണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 എടുക്കട്ടോ. സവാള ഒന്ന് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കണേ. സവാള ഒന്ന് വഴന്ന് വരുമ്പം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 300 ഗ്രാം ചിക്കൻ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഡ്രൈ ആക്കി എടുക്കട്ടോ. ഇതിലേക്ക് ഒരു പൊട്ടറ്റോ വേവിച്ച് ഉടച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു മല്ലിയില ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഇതൊന്ന് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണേ. ഇനി കുറേശ്ശെ എടുത്തിട്ട് കൈപ്പത്തിയിലിട്ട് പരത്തിയെടുക്കട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ചൊരു മോസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണേ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഓരോന്നിങ്ങനെ മുട്ട മിക്സിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണേ. ഇപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഒരു വശം വെന്ത് കഴിഞ്ഞ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. ചീസും പൊട്ടറ്റോ ഒക്കെ വരുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.